ആ അപ്പോൾ ഇതുപോലെ ഓപ്പണായി വരുന്നതാണ്. എല്ലാവരും EV വെഹിക്കിളിൽ നിന്ന് മാറുന്നു, പെട്രോൾ ഡീസൽ വെഹിക്കിളിലേക്ക് മാറുന്നു എന്നൊക്കെ. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിഷ് മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കർവ് EVയുടെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ വീഡിയോസും അതുപോലെ തന്നെ ലെക്സൺ ടാറ്റ കോട്ടയത്തുള്ള ആ ഒരു ഷോറൂമിൻ്റെ ചിങ്ങ 1 പ്രമാണിച്ചുള്ള കുറച്ച് മൾട്ടിപ്പിൾ ഡെലിവറീസുമാണ്. അപ്പോൾ പല പല വണ്ടികളാണെന്ന് ഡെലിവർ ആവുന്നത്. പിന്നെ ഡീറ്റെയിൽഡ് വ്ളോഗാണെന്ന് കാണാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം വരുന്നത് ആ കീ പോയിൻറ്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വണ്ടി എടുക്കാനാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഇൻഫർമേഷൻ കേട്ട് നമുക്ക് പോയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അത് ഒത്തിരി ഫീച്ചർ ലോഡഡ് ആണ് ഈ വണ്ടി. അതിനകത്ത് ഓരോന്നും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഗ്ലോസ്റ്ററിൽ കാണിച്ച പോലെ ഒരു ലെഗ് സ്വൈപ്പ് ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട്. എൻ്റെ ബാക്ക് ബൂട്ട് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. അതിന് മുന്നോടിയായിട്ട് ഈ വണ്ടിയുടെ കോമ്പറ്റീറ്റർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അവകാശപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെറ്റ, സെൽറ്റോസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണ്. പക്ഷേ ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാർ ബെറ്റർ ആണ്. കർവ് EVയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഒരു കാര്യം പറയണം. ഞാൻ നേരത്തെ ഒരു ഗൂഗിളിലൊരു സംഭവം കണ്ടു, എല്ലാവരും EV വെഹിക്കിളിൽ നിന്ന് മാറുന്നു, പെട്രോൾ ഡീസൽ വെഹിക്കിളിലേക്ക് മാറുന്നു എന്നൊക്കെ. പക്ഷേ EVയുടെ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം, EV എന്ന് പറയുന്നത് ഗോ ഗ്രീൻ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മുടെ എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ നമ്മുടെ നേച്ചറിനെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത ഒരു വെഹിക്കിളാണ് EV. അപ്പോൾ എല്ലാവരും പ്രൊമോട്ട് ചെയ്യണമെന്ന് തന്നെയാണ് പറയുക. ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാനൊന്നും ഈ വീഡിയോയിലൂടെ ഒത്തിരി ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുന്നില്ല, നമുക്ക് സമയമില്ല. മാത്രമല്ല ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് വണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഡ്രൈവ് റിവ്യൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം വണ്ടിയെക്കുറിച്ച് ഞാൻ ബേസിക് ആയിട്ടൊരു കാര്യം പറയാം. ഇലക്ട്രിക് വണ്ടികളെക്കുറിച്ച് പറയുമ്പോൾ ലോൺ തന്നെ നോക്കിയാൽ നമുക്ക് 10 വർഷത്തേക്കാണ് നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിളിന് ലോൺ കിട്ടുന്നത്. 10 വർഷത്തേക്ക് ലോൺ ലഭിക്കുന്ന ഒരു ആഡ് ഓൺ സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാക്സിനെ കുറിച്ച് നോക്കുക. നിങ്ങളൊരു പുതിയ ഡീസൽ വണ്ടിയോ പെട്രോൾ വണ്ടിയോ മേടിക്കുമ്പോൾ 22% നിങ്ങൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 22 ലക്ഷം രൂപ. ഇപ്പം കർവ് EVയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കർവിയുടെ പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഒരു 20 ലക്ഷം രൂപയ്ക്ക് മേലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. അല്ലെങ്കിൽ ഒരു 20-ന് അടുത്തുള്ള വണ്ടികളുടെ അപ്പോൾ ഏകദേശം 22% എന്ന് പറയുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയോളം നമ്മൾ ടാക്സിന് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനീഷ്യലി നമ്മൾ വണ്ടി മേടിക്കുന്ന സമയത്ത് നമുക്കൊരു 3 to 4 lakhs അങ്ങനെ തന്നെ ലാഭിക്കാം. പക്ഷേ ഇലക്ട്രിക് വണ്ടികൾക്ക് ഒരു 5% മാത്രമേ ടാക്സ് വരുന്നുള്ളൂ എന്നുള്ളതാണ്. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിങ്ങിൻ്റെ കാര്യമാണ്. ഫണ്ടിങ് നമുക്ക് 100% കിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് 100% ഫണ്ടിങ് കൂടെ കിട്ടുകയാണ്. അപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോൾ നിങ്ങൾ പോക്കറ്റിൽ നിന്ന് 1 രൂപ മുടക്കാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് EMI ക്യാഷ് തന്നെ നമുക്ക് ഈ പെട്രോൾ അടിക്കുന്ന പൈസ കൊണ്ട് തന്നെ EMI അടയ്ക്കാൻ പറ്റുന്നതാണ്. സിമ്പിൾ ലോജിക് എന്ന് പറയുന്നത്. പിന്നെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. കാരണം EV വെഹിക്കിൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 കിലോമീറ്ററിന് 1 രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ. അതേസമയത്ത് ഹൈബ്രിഡ് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 രൂപയാണ് 1 കിലോമീറ്ററിന് ചിലവാക്കുന്നത്. ഇനി ഒരു പെട്രോൾ വണ്ടി എന്നുള്ള ഇനത്തിൽ നിങ്ങൾ വരുമ്പോൾ ഏകദേശം 7 രൂപയാണ് നിങ്ങൾ 1 കിലോമീറ്ററിന് നമ്മൾ ചിലവാക്കുന്നത്. അപ്പോൾ ഇത്രയും പൈസയുടെ വ്യത്യാസമാണ് വരുന്നത്. ബൾക്കായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഊഹിക്കാം. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ LED കണക്റ്റഡ് DRLs ആണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വെൽക്കം ആൻഡ് ഗുഡ് ബൈ ആനിമേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടാറ്റ ലോഗോ ആസ് യൂഷ്വൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിൽ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി പെയിൻറ്റ് ഫിനിഷും കൂടെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ലിഡ് നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും ബൈ പ്രസ്സിങ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും എന്നുള്ളതാണ്. നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്കിഡ് പ്ലേറ്റ് വരുന്നത് നമുക്ക് ഒരു സിൽവർ ആൻഡ് സാറ്റിൻ ഫിനിഷിലാണ് വരുന്നത്. ഫ്രണ്ടിൽ സെൻസേഴ്സ് വരുന്നുണ്ട്. നമുക്ക് പ്രൊജക്റ്റഡ് DRLs നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കർവ് എന്ന് പറയുമ്പോൾ തന്നെ കർവി ഡിസൈനാണ്. അപ്പം മൊത്തത്തിലൊരു കർവ് ഡിസൈനാണ്, എയറോഡൈനാമിക് ഡിസൈൻ. നല്ലൊരു ഡ്രൈവ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു 500 റേഞ്ച് തന്നെ കിട്ടുമെന്ന് ഉറപ്പ് വരുത്താം. കർവ് EVയുടെ ബോണറ്റ് ഓപ്പണിംഗ് സെക്ഷനിലാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഫ്രങ്ക് സ്പേസ് ആണ്. നമുക്കൊരു ചാർജർ വെക്കാനുള്ള സ്പേസ് ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാവുന്നതാണ്. ചാർജർ നമുക്കെടുത്ത് മാറ്റിയാൽ തന്നെ ഇവിടെയും നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വെക്കാം. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ചാർജർ അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുന്നതാണ്. ഇതിന് ഒരു ക്ലോസിങ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ. പലതിനും നമുക്ക് ഈ ഒരു ഫ്രങ്കിന് അടപ്പുണ്ടാവാറില്ല. പക്ഷേ ഇതിന് നമുക്ക്
അടപ്പുണ്ട്. ഇവിടെ EV എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ് വരുന്നത്. ഈ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു പെഡസ്ട്രിയൻ പാസ് ചെയ്യുകയാണ് 20 km/h പോകും. ഈ സ്പീക്കർ വഴി സൗണ്ട് കേൾക്കുക, അതുകൊണ്ട് പല ആൾക്കാർ അലേർട്ട് ആവുന്നതാണ്. അതാണ് നമ്മുടെ ആവാസ് ഫീച്ചർ വരുന്നത്. ടയറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. അത് ടയർ നല്ല രീതിയിൽ അവർ സൈസ് വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ്, വലിയ ടയറാക്കി. ഗുഡിയറിൻ്റെ ടയറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ സൈസ് വരുന്നത് 215/55 R18 സൈസ് വരുന്നത്. ബ്ലാക്ക് ഒരു അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ടയറിൻ്റെ ക്വാളിറ്റിയൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ വരുന്നത് 25.4 ഡിപ്പാർച്ചർ ആംഗിൾ വരുന്നത് 29.3 ആണ്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഓഫ് റോഡിലേക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നതും കൂടെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഹാൻഡിലാണ്. വേറെ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു വിരൽ കൊണ്ട് പതുക്കെ ഇങ്ങനെ അമർത്തുക, തുറന്ന് വരും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മോട്ടറിൻ്റെ കംപ്ലൈൻ്റ് ഒന്നും അതുകൊണ്ട് തന്നെ വരത്തില്ല. നല്ല ക്വാളിറ്റി ഡോറാണ്, നല്ല ബിൽഡാണ്, ക്വാളിറ്റി ബിൽഡാണ്. നല്ല ഈസി ആയിട്ട് അടയ്ക്കാനും വരുന്നുണ്ട്. സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കർവി ഡിസൈനാണ് വന്നിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ എയറോഡൈനാമിക് അല്ലെങ്കിൽ എയർ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ബ്ലാക്ക് എലമെൻറ്റ് ഇവിടം വരെ വരുന്നുണ്ട്. പിന്നെ മിറേഴ്സ് വരുന്നത് ബ്ലാക്ക് കളറിലാണ് മിറേഴ്സ് വരുന്നത്, ബോഡി കളറല്ല. സൈഡിൽ ORVM മിറേഴ്സിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ടേൺ ബ്ലിങ്കേഴ്സും വരുന്നുണ്ട്. നമ്മുടെ ആസ് യൂഷ്വൽ 360 ക്യാമറയുടെ ക്യാമറയും എല്ലാം ഇവിടെ വരുന്നുണ്ട്. മിററിൽ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടർ കാര്യങ്ങളൊക്കെ. ഇവിടെ ചെറുതായിട്ടൊരു വെട്ടം പോലെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിൻ്റെ സ്കോഡ വണ്ടികളിലൊക്കെ കാണിച്ച പോലത്തെ ഒരു ഫീച്ചറാണ് ഇതിനുമുള്ളത്. .TV എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടാറ്റയുടെ ഒരു എംബ്ലം വരുന്നുണ്ട്. ബാക്ക് 360 ക്യാമറ ഇവിടെ വരുന്നുണ്ട്. കർവ് .TV എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ് ക്വാളിറ്റിയാണ് പറയേണ്ടത്. പെയിൻറ്റ് ക്വാളിറ്റി വളരെ അമേസിംഗ് ആണ്. കണക്റ്റഡ് LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇടയ്ക്ക് ഒരു ബ്ലാക്ക് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെയും ഒരു ബ്ലാക്ക് എലമെൻറ്റ് വരുന്നുണ്ട്. ബാക്കിൽ ചെറിയ സ്കിഡ് പ്ലേറ്റ് വരുന്നുണ്ട്. ഇവിടെ പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് അതുപോലെ തന്നെ ടെയിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ഭാഗവും വളരെ എയറോഡൈനാമിക് ആണ്. മറ്റു വണ്ടികളെക്കാളും 20% കൂടുതൽ എയറോഡൈനാമിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സോണെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീൽ ബേസിലും അതുപോലെ തന്നെ അതിൻ്റെ നീളത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്. വളരെ കൂടുതലാണ് നമ്മുടെ കർവ് EV എന്ന് പറയുന്നത്. ഈ ബാക്ക് സൈഡിൽ കാണുമ്പോൾ നമുക്കറിയാം ഈ വണ്ടി ഇന്ത്യസ് ഫസ്റ്റ് SUV കൂപ്പേ വരുന്നൊരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് അവർ സ്പെഷ്യലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വെറൈറ്റി ഡിസൈൻ, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു ഡിസൈൻ. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ് ലെഗ് സ്വൈപ്പ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. കീ കയ്യിലുണ്ടാവണം. അപ്പോൾ ഇതുപോലെ ഇത് ഓപ്പണായി വരുന്നതാണ്. ഇതിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. 500 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതാണ് JBLൻ്റെ സബ് വൂഫർ വരുന്നത്. നമുക്ക് 4 സ്പീക്കേഴ്സ്, 4 ട്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ ഒരു സബ് വൂഫറാണ് അതിൻ്റെ വണ്ടിക്കകത്ത് വരുന്നത്. നല്ല 500 ലിറ്ററിൻ്റെ ഒരു ബിഗ് ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നമ്മുടെ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉപയോഗിച്ച് ഒരു ഇൻഡക്ഷൻ കുക്കറൊക്കെ നമ്മൾ എന്താ പറയുന്നത് അതൊക്കെ ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനൊക്കെ പറയുമ്പോൾ ഇലക്ട്രിക്കലായിട്ട് എന്തെങ്കിലും ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ബാക്ക് സൈഡിലാണ് അതിൻ്റെ ചാർജിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്ന പാർസൽ ട്രേ. അപ്പോൾ ഈ പാർസൽ ട്രേ എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് പാർസൽ ട്രേ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല പാർസൽസൊക്കെ വെക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ സ്വിച്ചിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നേരെ ക്ലോസും ആവും. അപ്പം വളരെ അനായാസം നമുക്ക് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ പുതിയ കർവ് EV എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു വണ്ടി മേടിച്ച് കഴിഞ്ഞാൽ മേളിൽ ബ്ലാക്ക് അടിക്കണമെന്നൊക്കെ. പക്ഷേ ഇതിൽ ആ ബ്ലാക്ക് തന്നെ അടിച്ച് വന്നിരിക്കുകയാണ്. മാറ്റ് ഫിനിഷിലായിട്ടുള്ള ഒരു ബ്ലാക്ക് സ്റ്റിക്കറിങ് ഡിസൈൻ വന്നിട്ടുണ്ട്. പനോരമിക് സൺറൂഫാണ്. അതാണ് ടോപ്പിനെ കുറിച്ച് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഷാർക്കാൻ്റെ വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട്. വൈപ്പേഴ്സ് വരുന്നില്ല, നമുക്ക് വൈപ്പേഴ്സ് വരുന്നില്ല. ബ്ലാക്ക് ഡിഫോവറാണ് വരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ലെക്സൺ ടാറ്റയുടെ ഷോറൂമിലാണ്. അപ്പോൾ അവിടെ കൊണ്ട് നല്ല തിരക്കാണ്. നമുക്ക് കുറേ സൗണ്ടൊക്കെ നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ആ സൈഡിൽ നിന്ന് പറയാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഡ്രൈവർ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എടുത്തു പറയണം. 6-way അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ പല ബ്രാൻഡും നമ്മൾ ഇതുപോലെ ബ്ലോഗ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ റെസ്പോൺസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കോ ഡ്രൈവറിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 6-way മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇതിൽ 6-way ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ലാത്ത സ്പേസ് വരുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 മോഡലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ റോട്ടറി വരുന്നത്. ഇതിനകത്ത് ഇക്കോ, സ്പോർട്സ്, സിറ്റി റോട്ടറിയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ മോഡുകൾ വരുന്നത്. പിന്നെ ഇത് പാർക്കിങ്ങിൻ്റെയും ഇത് ഓട്ടോ ഹോൾഡിൻ്റെയും ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് ഗിയർ നോബ് വരുന്നത്. നല്ല ക്വാളിറ്റി ഗിയർ നോബാണ്. അതിനകത്ത് റിവേഴ്സ്, ന്യൂട്രൽ, അതൊരു ഡ്രൈവ്, പിന്നെ ഇത് പാർക്കിംഗ്. പിന്നെ അതിനേക്കാൾ ഉപരി ഇവിടെ ഒരു 45 വാട്ട്സിൻ്റെ പോർട്ട് വരുന്നുണ്ട്, USB പോർട്ട് വരുന്നുണ്ട്. ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് റീജനറേറ്റീവ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മുടെ ലിഡ് ഓപ്പൺ ആൻഡ് ക്ലോസിൻ്റെ ഇത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയർവെൻസ് ആണ്, 4 എയർവെൻസ് വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഒരു ലെതർ ലൈറ്റ് ഫിനിഷ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു വേറെ ടോണാണ്, ഒരു സിൽവർ ടച്ച് ടോണാണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഹാൻഡിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സപ്പോർട്ടിന് ഉള്ളതൊക്കെ വരുന്ന ഗ്ലോസി ബ്ലാക്ക് കളറാണ് വരുന്നത്. പിന്നെ മിറേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഇലക്ട്രോണിക് മിററാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ ഹാൻഡിൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലെതർ ലൈറ്റ് ടച്ച് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ഇത് വരുന്നത്. പിന്നെ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചത് ഇതിൻ്റെ ഗ്ലൗസ് ബോക്സ് തന്നെയാണ്. ഇതിൻ്റെ പ്രസ്സിങ് വരുന്നത് ഇവിടെയാണ്. ആ ഗ്ലൗ ബോക്സ് എന്ന് പറഞ്ഞാൽ ജനമ്പിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഹോണ്ട അല്ലെങ്കിൽ ടാറ്റ വണ്ടികളിലൊക്കെ കാണുന്ന പോലെ ഒരു ടൈഗർ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ വണ്ടിയാണെന്നുള്ള ഒരു ബാഡ്ജിങ്. ഇവിടെ നമ്മുടെ കാറ്റലോഗ് വെക്കാനുള്ള ഓപ്ഷൻസ്, അകത്തേക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാം. ഇഷ്ടംപോലെ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ആസ് യൂഷ്വൽ ടാറ്റ വണ്ടിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ബിഗ് സ്പേസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ പനോരമിക് സൺറൂഫ്. ഇതാണ് നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. 12.3 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, അലക്സ, Arcade.tv, ക്ലൈമറ്റ് TV, JBL മോഡ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മൂഡ് ലൈറ്റ്, സെറ്റിങ്സ്, ടാറ്റ അസിസ്റ്റ്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഈ സെറ്റിങ്സിനകത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഈ അവാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ക്രാങ്കിങ് സൗണ്ട്, ചാർജിങ് സൗണ്ട്, ലോക്ക് ആൻഡ് അൺലോക്ക് സൗണ്ട്. നമുക്കിപ്പോൾ ഒരു വണ്ടി ഒരു 20 km/h പോവുകയാണെന്നുണ്ട്, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു സൈക്കിളുകാരനോ അല്ലെങ്കിൽ ഒരു പെഡസ്ട്രിയനോ വന്നു, ആ സമയത്ത് EV വെഹിക്കിളാണ്, സൗണ്ട് ഉണ്ടാവില്ല. പക്ഷേ ഈ നമ്മുടെ ഈ അവാസ്, ഈ ക്രാങ്കിങ് സൗണ്ടൊക്കെ ഇട്ട് ഫ്രണ്ടിൽ ഒരു സൗണ്ട് ബോക്സ് ഉണ്ട്. ആ സൗണ്ട് ബോക്സ് വഴി സൗണ്ട് പുറപ്പെടുവിച്ച് അവർക്ക് അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് അവർ അലേർട്ടാവും. അപ്പം ഈ ആവാസ് എന്ന് പറയുന്നത് തന്നെ അതാണ്. ഈ ആവാസ് എന്ന് പറയുന്നത് അഡ്വാൻസ് വെഹിക്കിൾ അലേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാണ് ഈ ആവാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് കാണിച്ചു തരാനുണ്ട്. അതിനകത്ത് കണക്ടിവിറ്റി, ഓഡിയോ, ഡ്രൈവർ അസിസ്റ്റൻസിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഫോർവേഡ് കൊളീഷൻ വാണിംഗ്, അഡാപ്റ്റീവ് സ്റ്റിയറിംഗ്, ട്രാഫിക് സൈൻ റെക്കഗ്നൈസേഷൻ, ഹൈ ബീം അസിസ്റ്റ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, റിയർ ക്രോസ് ട്രാഫിക്കിൽ ഡോർ ഓപ്പൺ അലേർട്ട്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, റിയർ കൊളീഷൻ വാണിംഗ് എല്ലാം ഇതിനകത്ത് ഓപ്ഷൻസ് വരുന്നുണ്ട്. ബാക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മൂഡ് ലൈറ്റ്, ആംബിയൻ ലൈറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ HMI ഡ്യൂഡിൽ വരുന്നുണ്ട്. എല്ലാ ഡീറ്റെയിലും ഇതിനകത്ത് എല്ലാം ഇതിനെ സ്പെസിഫൈഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത്. നല്ല ഹൈ ക്വാളിറ്റി, നല്ല റെസല്യൂഷൻ ഉള്ള സ്ക്രീനാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ 360 വരുന്നത്. അപ്പോൾ 360-ൽ നമുക്ക് ഇതിന് ബാക്കിൽ ആളുണ്ടെന്നാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഫ്രണ്ടിൽ സെൻസർ വരുന്നുണ്ട്, ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, ബാക്കിലും അതുപോലെ വരുന്നുണ്ട്. വരുവാണെങ്കിൽ 2D 3D അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് വരുന്നുണ്ട്, ബാക്കിൽ ഫ്രണ്ടിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സെറ്റിങ്സിനകത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഓപ്ഷൻസ് എല്ലാം ഇതിനകത്ത് നമുക്ക് ഓപ്പൺ പാർക്കിംഗ് ഗൈഡ് ഇൻ 360 ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ചെറിയ സൗണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് മാറ്റുകയാണ്. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻ, വോയിസ് അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അടുത്ത സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരിക. അതുപോലെ തന്നെ കോളിംഗ് ഓപ്ഷൻസ് വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പ്ലസ് മൈനസ്. പിന്നെ അതുപോലെ തന്നെ കോളിങ്ങിൻ്റെ തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻസിൻ്റെ ഓപ്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാറ്റ എന്ന് ഡിജിറ്റലി ഇതിനകത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എംബ്ലം ഒന്നും പുറത്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിജിറ്റൽ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്കുള്ള ഓപ്ഷൻസാണ് അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാ ഓപ്ഷൻസാണ് ഇതിനകത്ത് വരുന്നത്. എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് നമുക്കിവിടെ വരുന്നുണ്ട്, ഈ സൈഡിൽ വരുന്നുണ്ട്, പില്ലറിൽ വരുന്നുണ്ട്, B പില്ലറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ എയർ ബാഗ് വരുന്നുണ്ട്, ബാക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെയാണ് എയർ ബാഗ്സ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഡിജിറ്റൽ കൺട്രോൾസാണ്. ഇവിടെ കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാം, ഫുൾ ഇൻഫർമേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം നമ്മുടെ ഡിജിറ്റൽ സ്വിച്ചസ് ആണെന്നുള്ളതാണ്. ബ്രാക്ക് ഡിഫോഗർ ഇതൊക്കെ നമ്മുടെ എല്ലാ വണ്ടികളിലും കാണിച്ചു തരുന്നതാണ്. AC ഓട്ടോ, അപ്പോൾ റീജനറേഷൻ, ഫാന്, ഇത് കാര്യങ്ങളെല്ലാം വരുന്നത്. വെൻറ്റിലേറ്റഡ് സീറ്റാണ് എടുത്ത് പറയേണ്ടത്. വെൻറ്റിലേറ്റഡ് സീറ്റ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ വെൻറ്റിലേഷൻ സീറ്റ് വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റിങ് വരുന്നുണ്ട്. ആംബിയൻ ലൈറ്റൊക്കെ എനിക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ആംബിയൻ ലൈറ്റ് വേറെ ലെവലാണ്. ഇത് കണ്ടില്ലേ, താഴെയായിട്ടാണ് അതിൻ്റെ ആംബിയൻ ലൈറ്റ് വരുന്നത്. നമ്മുടെ സൺറൂഫിൻ്റെ സൈഡിൽ ഒരു ആംബിയൻ ലൈറ്റ് ഞാൻ കാണുന്നുണ്ട്.
നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് കൊള്ളാം. നമ്മുടെ ടാറ്റ കെർവ് എന്ന് പറയുന്നത് അവർ നല്ല രീതിയിൽ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓരോ ആസ്പെക്ട്സും അവർ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ നല്ല റെസൊല്യൂഷൻ സ്ക്രീന്, പിന്നെ നമ്മുടെ ഈ ഒരു സീറ്റിൽ വന്നിരിക്കുന്ന ഒരു ഇടയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ ഒരു മൈന്യൂട്ട് എലമെൻറ്റ് എന്തുകൊണ്ടും ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം. അപ്പോൾ ബാക്ക് പോർഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹെഡ് റൂം വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കർവ് എന്തിനാണ് വന്നിരിക്കുന്നത് എനിക്ക് അറിയുന്നില്ല. പക്ഷേ ആ കർവ് നമ്മൾ ചെറുതായിട്ട് നമുക്ക് ഇടയ്ക്ക് എനിക്ക് എപ്പോഴോ തട്ടിയിരുന്നു. പക്ഷേ നമുക്ക് അത്യാവശ്യം ഹെഡ് റൂം കുഴപ്പമില്ലാത്ത ഹെഡ് റൂം ഉണ്ട്. എൻ്റെ പൊക്കം വരുന്നത് 172 സെൻറ്റിമീറ്ററാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാമല്ലോ, കാരണം ഒരു EV വെഹിക്കിളാണ്. ഉറപ്പായിട്ടും നല്ല ഹൈറ്റിലാണ് വണ്ടി ഇരിക്കുന്നത്. പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ നമുക്കൊന്ന് കാലൊന്ന് ഇതാക്കി കയറേണ്ടി വരും. പിന്നെ സെൻറ്ററിലേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം സ്പേസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തൈ സപ്പോർട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിളാണ്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ തൈ സപ്പോർട്ട് നമുക്ക് മറ്റു വണ്ടികളുടെ അത്രയും കിട്ടുന്നില്ലെങ്കിൽ പോലും നമുക്ക് വരെ കുഴപ്പമില്ലാതെ തൈ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ വരുന്നു. കാരണം പിന്നെ ഇവിടെ ബാക്കിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ AC വെൻസ് വരുന്നുണ്ട്. 45 വാട്ട്സിൻ്റെ നമുക്ക് ചാർജിങ് സെറ്റപ്പ് വരുന്നുണ്ട്. ഇവിടെ ക്യാബിൻ ലൈറ്റ് വരുന്നുണ്ട്. കൈ പിടിക്കാനുള്ള ഹാൻഡിൽ വരുന്നുണ്ട്. പിന്നെ ഗ്ലോസി ഫിനിഷ് വരുന്നത് ഹാൻഡ് ഗ്രാബ് വേണേൽ പറയാം. അടിയിലൊരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ JBL എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹെർമൻ്റെ സിസ്റ്റം, JBLൻ്റെ സ്പീക്കേഴ്സ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരു മൊബൈൽ ഫോൺ ഇടാനുള്ള സ്പേസോ അങ്ങനെയൊന്നും ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊക്കെ പിന്നീടാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പിന്നെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഹെഡ് റെസ്റ്റ് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ നമുക്കൊരു ചെറുതായിട്ടൊന്ന് റീക്ലൈൻ ഓപ്ഷൻ നമുക്ക് ഇതൊന്ന് താത്തുകയും പൊക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പല ഓപ്ഷനിലേക്ക് നമുക്കിങ്ങനെ ജസ്റ്റ് കുറച്ച് താഴണമെങ്കിൽ താഴാം. അങ്ങനെ ഒരു റിക്ലൈൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. എന്തുകൊണ്ടും നമ്മുടെ കെർവ് EV ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഞാൻ പറയുന്ന വണ്ടിയുടെ സസ്പെൻഷനെ കുറിച്ചാണ്. ഫ്രണ്ട് വരുന്നത് നമുക്ക് മെക്ഫ്രണ്ട് സ്റ്റാർട്ടാണ് വരുന്നത്. ബാക്ക് സെമി ഇൻഡിപെൻഡൻറ്റ് ട്വിസ്റ്റ് ബീം ആണ് വരുന്നത്. നമുക്ക് ഡ്രൈവ് റിവ്യൂ നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോട്ടയത്ത് നമ്മുടെ ഈ ഒരു ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല നമുക്ക് ഡ്രൈവ്. അപ്പോൾ ഉറപ്പായിട്ടും ഡ്രൈവിനെ കുറിച്ചൊക്കെ കൂടുതലും പ്രത്യേകം വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നുണ്ട്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നിങ്ങൾക്ക് കാണാം. 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ വണ്ടി അത്യാവശ്യം പൊങ്ങിയാണ് ഇരിക്കുന്നത്. സേഫ്റ്റി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അത് തന്നെ ഓട്ടോ ബ്രേക്കിംഗ് വരുന്നുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് കാര്യങ്ങളൊക്കെ ലെവൽ 2 ADAS ഫീച്ചർ. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മറ്റു കാര്യത്തിലും ഒന്നും നമുക്ക് ഒരു റേഞ്ചിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റീജനറേഷൻ കിട്ടുന്ന കാര്യത്തിൽ ഒരു ടെൻഷൻ്റെ ആവശ്യം വരുന്നില്ല. ഈ വണ്ടിയുടെ ഏതൊക്കെ ഫ്യൂവൽ അവൈലബിൾ ആണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഈ വണ്ടി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് EVയിലും അതുപോലെ തന്നെ പെട്രോളും ഡീസലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് ഫർദറായിട്ട് ഇനി CNG വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സെപ്റ്റംബറിലാണ് അത് ടാറ്റ ഒഫീഷ്യലി റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പം പെട്രോളും ഡീസലും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളും അതിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഫുൾ വിവരങ്ങൾ കിട്ടുന്നത്. വണ്ടിയുടെ ചാർജിങ്ങിനെ കുറിച്ച് ഒത്തിരി സംശയങ്ങളുണ്ട്. ചാർജ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ചാർജർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. EC അല്ലെങ്കിൽ നമ്മുടെ KCBയുടെ ഒക്കെ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. DC ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. കൂടെ കിട്ടുന്ന ചാർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.2 kWh ചാർജറാണ് വരുന്നത്. ഇത് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചാർജിങ് എന്ന് പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് 100 കിലോമീറ്റർ ഓടുമെന്നാണ്. അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് 150 കിലോമീറ്റർ ഓടുമെന്നുള്ളതാണ്. അപ്പോൾ DC ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ബാറ്ററി IP67 റേറ്റിംഗ് ഉള്ളതും കൂടെയാണ്. പിന്നെ 40 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു 80% ചാർജ് എത്തുന്നതാണ്. എല്ലാവർക്കും ഒരു ഉത്കണ്ഠ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാർജിങ് അല്ലെങ്കിൽ റേഞ്ചൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ കൃത്യമായിട്ട് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കെർവ് EV 2 രീതിയിലാണ് വരുന്നത്. അതിനകത്ത് 55 kW ബാറ്ററി പാക്കും 45 kW ബാറ്ററി പാക്കുമാണ് വരുന്നത്. അതിനകത്ത് 45 kW ഏകദേശം 150 bhp പവറും അതുപോലെ തന്നെ 215 Nm ടോർക്കുമാണ് വരുന്നത്. അതുപോലെ 55 kW നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 167 bhp പവറും അതുപോലെ തന്നെ 215 Nm ടോർക്കാണ് വരുന്നത്. 45 kW ബാറ്ററി പാക്കിന് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 502 km ആണ്. അതുപോലെ തന്നെ 55ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 585 km ആണ്. അപ്പോൾ ടാറ്റ തന്നെ ഒഫീഷ്യലി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം 400 to
ഒരു 420 ആ അത്ര കിലോമീറ്ററിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റേഞ്ച് കിട്ടുമെന്നുള്ളത്. നേരത്തെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ടായില്ല, പക്ഷേ ടാറ്റ അത് ഒഫീഷ്യലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പം തന്നെ നമുക്കറിയാം ഏകദേശം എന്ത് റേഞ്ച് കിട്ടും. അങ്ങനെ ആണെങ്കിൽ പോലും വളരെ ലാഭമാണ്. ഞാൻ ഒന്ന് കണക്കൂട്ടി നോക്കിയായിരുന്നു. ഇത്രയും റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടി, അതും എന്താ പറയുക, ഇപ്പോൾ ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള വണ്ടി. ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രൈസിനെ കുറിച്ചാണ്. 45 കിലോ വാട്ടിൻ്റെ എൻട്രി ലെവൽ പ്രൈസിങ് വരുന്നത് 17.25 ലാക്സ് വരുന്നുണ്ട്. 55 കിലോ വാട്ടിൻ്റെ എൻട്രി ലെവൽ വരുന്നത് 19.25 ലാക്ക് വരുന്നുണ്ട്. ടോപ്പ് എൻഡിന് വരുന്നത് 22 ലക്ഷം രൂപയാണ്. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട അതിൻ്റെ വാറണ്ടിയെക്കുറിച്ചാണ്. വാറണ്ടി വരുന്നത് ബാറ്ററി ആൻഡ് മോട്ടോർ വാറണ്ടി വരുന്നത് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് വരുന്നത്. സർവീസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവറി 1 ഇയർ ആണ് സർവീസ് എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പം സർവീസിന് കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി. വെഹിക്കിളിൻ്റെ വാറണ്ടി വരുന്നത് 3 ഇയർ അല്ലെങ്കിൽ 1 ലാക്ക് കിലോമീറ്ററാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ വാറണ്ടി വരുന്നത് 3 ഇയർ ആണ്. ഇനി എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ 2 ഇയർ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇന്ന് നമ്മൾ കണ്ടത് കർവ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് റിവ്യൂ നമ്മുടെ ഉടനെ തന്നെ ക്രിഷ് മച്ചാൻസ് ഓട്ടോ വ്ളോഗിൽ വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം ക്രിഷ് മച്ചാൻ.